2 ദിവസം മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞ് വീട്ടിലിരുന്നെങ്ങാണ്ട് ഡോക്ടറെ കാണാൻ മരുന്ന് വാങ്ങാമെന്നൊക്കെ. എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളെ നാട് കൊറോണേനെ പിടിച്ചു കെട്ടി. എനിക്ക് പച്ച, നമുക്ക് ഓറഞ്ച് ബി, ഓൻ ഓറഞ്ച്, മറ്റോന് റെഡ്, ഇങ്ങനെ പറഞ്ഞ് മെല്ലെ മെല്ലെ നമുക്ക് പഴയ പോലെ ആകാമെന്ന് പറഞ്ഞ് തീരും മുമ്പേ കൊറോണ ലേശം ഡോസ് അങ്ങോട്ട് കൂട്ടി. പച്ച ഓറഞ്ച് ബി എല്ലാം കൂടി ഓറഞ്ചായി, ചുവപ്പുമായി. ദയവ് ചെയ്ത് എല്ലാം പാടെ ചുവപ്പാക്കാൻ നിൽക്കണ്ട. നമ്മൾ പറയും ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കണം, ഓല് മുന്നണി പോരാളികളാണ്, കൈയടിക്കണം, ലൈറ്റ് ഓഫ് ആക്കണം എന്നല്ല. എന്നാൽ ഓല കഥ പറയും പോലെ അല്ല. PP കിറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഒറയാണ്. കായ വറുത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കി അത് കാറ്റ് കടക്കാണ്ട് ഒട്ടിച്ച് ഗൾഫിലേക്ക് കൊടുത്തയക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഒരു ശ്രദ്ധ ഉണ്ടല്ലോ, കാറ്റൊട്ടും കയറണ്ട, കേടായിപ്പോ. അതേ ശ്രദ്ധയിലാണ് ഓരോ ഡോക്ടറെയും നേഴ്സിനെയും ക്ലീനിങ് സ്റ്റാഫിനെയും ഈ കവറിൻ്റെ ഉള്ളിലാക്കണത്. പ്ലാസ്റ്റർ ഒട്ടിച്ച് ഒരു ചെറിയ ഓട്ട പോലും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തും. കൂട്ടിനുള്ളിൽ കയറുന്നതിൻ്റെ 3 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം. കയറി കഴിഞ്ഞാൽ പിന്നെ 5-6 മണിക്കൂർ വെള്ളവും ഇല്ല, ഭക്ഷണവും ഇല്ല. ഇത് സഹിക്കാം. എന്നാൽ ചുട്ടുപൊള്ളുന്ന ചൂടാണ് കവറിൻ്റെ അകത്ത്. ഇങ്ങനെ ഉണ്ടാകണ വേർപ്പ് വലിച്ചിറങ്ങി കാലിലിട്ട പ്ലാസ്റ്റിക് കവറിൽ കെട്ടിക്കിടക്കും. മൂത്രം ഒഴിക്കാൻ മുട്ടിയാൽ സഹിക്കണം. ഡ്യൂട്ടി ടൈം കഴിഞ്ഞാൽ ആ പരിപാടി നടക്കൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കവർ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയാൽ പോരെന്ന്. എന്നാൽ അങ്ങനെ മാറ്റാൻ കവറില്ല. ഒരു കവറിന് 800 ഉറുപ്പ്യാണ് വില. അത് ഇടണമെങ്കിലും ഊരണമെങ്കിലും വേറൊരാളെ സഹായം വേണം. 4 ഗ്ലൗസ് മാറ്റി മാറ്റി ഇടണം. ക്ലീനിങ് സ്റ്റാഫിൻ്റെ കാര്യമാണ് അതിലേറെ കഷ്ടം. രാവിലെ തുടങ്ങി വേസ്റ്റ് എല്ലാം തരംതിരിച്ച് ഈ ചൂടത്ത് സാധാരണ ജോലി ചെയ്യണ പോലെ കവറിൻ്റെ ഉള്ളിൽ നിന്ന് ജോലി ചെയ്യണം. കവർ ഇടാണ്ട് തന്നെ വേർത്ത് കുളിക്കും. അപ്പം മൂടിക്കെട്ടി ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല. നമ്മൾ കേട്ടതല്ലേ കോഴിക്കോടുള്ള ഒരു നേഴ്സ് പറഞ്ഞത്, കണ്ണ് നിറഞ്ഞു പോകും. ഈ പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കണ്ട. സ്വന്തം വീട്ടുകാരെയും കുട്ടികളെയും കാണാണ്ട് 14 ദിവസം മാനന്തവാടിയിലെ ഏതെങ്കിലും ഒരു ലോഡ്ജിൽ ക്വാറന്റൈനിൽ താമസിക്കണം. അടച്ചു പൂട്ടി നിരീക്ഷണം നടത്തണം. രോഗമില്ലാന്ന് കണ്ട പെരക്കുക. നമ്മൾ യൂട്യൂബ് നോക്കി ബക്കറ്റ് ചിക്കനും ഗീ പൊറോട്ടയും ഉണ്ടാക്കി തിന്നുമ്പോൾ കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണമാണ് അവർക്ക് കിട്ടുക. എന്നാൽ കൊറോണ വരുമ്പോലെ വരട്ടെന്ന് വിചാരിക്കണം നമ്മളെ നാട്ടിലെ സുജായിമാരോട് ഒരു വാക്ക്: കൊറോണേനെ സെമി-ഫൈനലിൽ കളിക്കാൻ വിടരുത്. ഓൻ സെമി കളിച്ചാൽ ഫൈനലിലെത്തും. ഫൈനലിലെത്തിയാൽ ഓൻ കപ്പടിക്കും. വരാൻ പോണ